കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന ഐറ്റം നമ്മൾ ഈ മിക്സഡ് വെജിറ്റബിൾ തോരനാണേ. കണ്ടോ, അടിപൊളി തോരൻ. ഇതിൻ്റെ മിക്സിങ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് കാണിക്കും. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാദ്യം നമ്മൾ ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, സവാള, പാവയ്ക്ക, പയറ്, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ തോരൻ്റെ ഐറ്റംസ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങൾ തേങ്ങ, പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. അടുപ്പ് അങ്ങോട്ട് കത്തിക്കാം. ചട്ടി വെച്ച് കടുക് പൊട്ടുമ്പോഴത്തേനേ നമുക്ക് വേറൊരു പണി കൊണ്ടേ. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് പാവയ്ക്ക് മാത്രം ഇങ്ങോട്ടൊന്ന് മാറ്റാം. കടുക് വറുക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ട് ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില. നമ്മൾ പച്ചക്കറി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ മിക്സഡ് തോരനുള്ളത്. അതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങയും പൊടി, മഞ്ഞപ്പൊടിയുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. നമ്മളപ്പോഴത്തേനേ എടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് നിന്ന് പാവയ്ക്ക മാത്രം നമ്മളിങ്ങനെ വാരി മാറ്റും. കാണിക്കാമേ. ഇത്രയും പാവയ്ക്ക എടുത്ത് നമ്മളിങ്ങനെ എടുത്തു. ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഒന്നിച്ചിട്ടിട്ട് നല്ലപോലെ ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഉപ്പുപൊടിയും മഞ്ഞപ്പൊടിയും നമ്മുടെ തേങ്ങാപ്പീരയും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ, കാണിക്കാം. നമ്മളിങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ പാലെല്ലാം ഇതിനകത്ത് ഇറങ്ങി നമുക്കിത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള, പിന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ തോരനൊന്നും. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കണം. നല്ലതായിട്ടൊന്ന് കൈ കൊണ്ട് ഞെവടി ഇച്ചിരി ഒന്ന് നമുക്ക് തിരുമി. അപ്പോൾ ഇതിനെല്ലാം കൂടെ നല്ല മഞ്ഞപ്പൊടിയും പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടെ ഇതിനകത്ത് നല്ലതായിട്ട് അങ്ങ് പിടിക്കും. നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചേ. കണ്ടോ, ഇതിനകത്തോട്ട് നമുക്ക് ഈ സമയത്ത് നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക അത് ഇട്ട് കൊടുക്കാം. കടുവ എല്ലാം റെഡിയായി കിടക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക നമ്മൾ ഇതിൻ്റെ ഉള്ളിട്ട് ഞെവിടാത്ത എന്താണെന്നറിയാവോ? പാവയ്ക്ക ഞെവിടുമ്പോൾ പാവയ്ക്കയുടെ നീരങ്ങ് ഭയങ്കരമായിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങണം. അതുകൊണ്ട് പാവയ്ക്ക നമ്മൾ ഞെവിടാതെ പാവയ്ക്ക അല്ലാതിട്ട് പാരം വെക്കണം. കണ്ടിനകത്ത് നമ്മളൊരു ശകലം പോലും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കണ്ടോ, ഇതിന്ന് ആവിയിലിരുന്ന് ഒരു 5 മിനിറ്റൊക്കെ അടച്ചു വെക്കുമ്പോൾ ഇത് ആവിയിൽ നല്ലതായിട്ട് വേവും. അടച്ചു വെക്കാമേ. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഏറ്റവും തീ കുറച്ചിട്ട് വെക്കാം. നമ്മൾ ശകലം ഉപ്പ് കുറവാണ്, നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമ്മൾ ഒന്നുകൂടെ നടച്ചു വെച്ചായിരുന്നേ. തുറന്ന് നോക്കട്ടെ. മിക്സഡ് വെജിറ്റബിൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പാവയ്ക്ക കൂട്ടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. പാവയ്ക്കയുടെ കയ്പൊന്നും അറിയത്തില്ല. നമ്മൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് നാളെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും ബൈ.